ഹലോ ഡിയേഴ്സ്, എന്താണ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 11 വിത്തിൻ നമ്പേഴ്സിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നെക്സ്റ്റ് 75 ബിസ്ക്കറ്റ്സ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 15 കിഡ്സ്. അപ്പോൾ 75 ബിസ്ക്കറ്റ് എന്താക്കുക, 15 കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും, ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടുന്ന. അപ്പോൾ നമുക്ക് ഇവിടെ 75 ഡിവൈഡ് ബൈ 15 ചെയ്താൽ മതി അല്ലേ, അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ മെത്തേഡ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, 15 നമുക്ക് എന്താക്കുക 3 into 5 എഴുതിക്കൂടെ. നമുക്ക് 15 നമുക്ക് 3 into 5 എഴുതല്ലേ. ഇനി 75 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 25 ആണല്ലേ. ഇനി 25നെ 5നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ഡിവിഷൻ വരുന്നുണ്ട് അല്ലേ. ആദ്യം 75നെ 3നോട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിന് എന്താക്കുക, 5നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു ആദ്യം 25 എന്ന് കിട്ടി. ഈ 25നെ നമുക്ക് 5നോട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് 5 ബിസ്ക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലേ. ഇനി എന്താ അവിടെ പറയുന്നത് നോക്കിയേ. അനദർ പ്രോബ്ലം, 60 സ്വീറ്റ്സ് ആർ ടു ബി സ്പ്ലിറ്റ് ഈക്വലി 12 പാക്കറ്റ്സ്. 60 സ്വീറ്റ് ഉണ്ട്, 60 മിഠായി ഉണ്ട്, അത് 12 പാക്കറ്റ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓരോ പാക്കറ്റിലും എത്ര എണ്ണാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അതിനെ 12ന് എന്താക്കുക, സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് അല്ലേ. 2 into 6 എന്ന് എഴുതുക, അല്ലെങ്കിൽ 3 into 4 എന്ന് എഴുതുക. ഇവിടെ തന്നിരിക്കുന്നത് എന്താ, 12ന് നമ്മൾ 3 into 4 എന്നാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോ. ഇവിടെ 12നെ 3 into 4 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു കാണിച്ചു തരാം. കണ്ടോ, 12ന് എന്താണ് 3 into 4 എന്ന് പറഞ്ഞ് ഒരു സ്പ്ലിറ്റ് ചെയ്ത് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 16 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. 16 ഡിവൈഡഡ് ബൈ 3 പറഞ്ഞാൽ 20 ആണ് അല്ലേ. പിന്നെ ആ കിട്ടിയ ആൻസറിനോട് ഈ 4ഉം കൂടി ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, 16 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 20, 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്രയാണ് 5 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ എന്താണ് 5 എണ്ണായിരിക്കും എന്ത് ഓരോരുത്തർക്കും കിട്ടുക അല്ലേ. ഓക്കെ, അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്, 5 എന്ന് കിട്ടും അല്ലേ. ഇനി അനദർ എക്സാമ്പിളാണ് പറയുന്നത്, 288 ഡിവൈഡഡ് ബൈ 16 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 16 നമ്മൾ എന്താക്കുക, 2 into 2 into 2 into 2 എന്ന് ചെയ്യാം അല്ലേ. അപ്പോൾ 288നെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കുക. പിന്നെ കിട്ടുന്ന ആൻസറിനെ 2നോട് വീണ്ടും ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ 2നോട് വീണ്ടും ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ വീണ്ടും 2നോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. പകുതിയാക്കി പോകുക അല്ലേ. അപ്പോൾ 288 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 144 ആണ്. 144 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 72 ആണ്. 72 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ 288 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 18 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. വലിയ മെത്തേഡിൽ എന്താണ് കൺഫ്യൂഷൻ ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്താക്കുന്നത്, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യുക, ആൻസറിൽ എത്തിക്കുക. നോക്കൂ, 90 ഡിവൈഡഡ് ബൈ 15 ആണ് ഇനി. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 15 നമുക്ക് എന്താക്കാം, ഈ 15 നമുക്ക് 3 into 5 എന്ന് ചെയ്താൽ അല്ലേ. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 15 ഇസ് ഈക്വൽ ടു 15 എന്താക്കുക 3 into 5 അല്ലേ. അപ്പോൾ 19 ഡിവൈഡഡ് ബൈ 3 ആദ്യം ചെയ്യുക. കിട്ടിയ ഉത്തരത്തിനോട് എന്താക്കുക, 3 ആണല്ലോ ചെയ്ത്, ഇനി 5 ഉണ്ടല്ലോ അവിടെ, 3 into 5 അല്ലേ 15. അപ്പോൾ 5നോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പം എന്താ ആൻസർ കിട്ടുക, 90 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 അല്ലേ. 30 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 അല്ലേ. നോക്കൂ, 90 ഡിവൈഡ് ബൈ 15 is equal to 90 ഡിവൈഡഡ് ബൈ ഈ 15നെ 3 into 5 എന്ന് എഴുതിയാൽ. ഇനി എന്താക്കുക, 90 ഡിവൈഡഡ് ബൈ ആദ്യം 3നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 3 നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടുക, 30 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് 30 എന്ന് എഴുതുക. ഇവിടെ 30 എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്, 30 പിന്നെ 13 കിട്ടിയല്ലോ. 90 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര, 30 അല്ലേ. ഇനി ആ 13നോട് എന്താക്കുക, നിങ്ങൾ ഈ 5നെയും ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 5 എന്ന് എത്രയാ, 6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഈ 15നെ സ്പ്ലിറ്റ് ചെയ്യാം. എന്തിനാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ സംഭവത്തിന് എന്താക്കുക, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. 15 എന്ന് പറഞ്ഞാൽ 3 into 5 അല്ലേ. അപ്പോൾ നമുക്ക് 3 into 5 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്താണ് 19നോട് ആദ്യം 3നെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക, 5നോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും 90 ഡിവൈഡ് ബൈ 15 എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ 6 ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, 900 ഡിവൈഡഡ് ബൈ 18 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതിനെ ചെയ്യാം. 900 ഡിവൈഡഡ് ബൈ 18 നമുക്ക് എങ്ങനെ എഴുതാം, 2 into 9 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 9 into 2 എന്ന് എഴുതിയാലും മതി അല്ലേ. അപ്പോൾ 900 ആണല്ലോ. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ സുഖമല്ലേ. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 9 into 2 എന്ന് എഴുതിയാൽ. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 18 നമ്മൾ എന്താക്കി, 900 ഡിവൈഡഡ് ബൈ 18നെ 9 into 2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് ഇനി എന്താക്കി, 900 ഡിവൈഡഡ് ബൈ ആദ്യം ഈ 9 ചെയ്യുക കേട്ടോ. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 അല്ലേ. 100 പിന്നെ ഈ 9 into 2 എന്നില്ലേ, 9 അല്ലേ ചെയ്തുള്ളൂ. ഇനി കിട്ടുന്ന ആൻസറിനോട് ഈ 2 ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 2
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 100 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 50 അല്ലേ. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 18 ഈസ് ഈക്വൽ ടു 15 കിട്ടി അല്ലേ. നെക്സ്റ്റ് എന്താണ് നമുക്ക് 116 ഡിവൈഡഡ് ബൈ 32 ആണ് കേട്ടോ. അപ്പോൾ 160 ഡിവൈഡഡ് ബൈ 32 നമുക്ക് എങ്ങനെ ചെയ്യാം? 160 അല്ലേ ഡിവൈഡഡ് ബൈ 32 നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക? 160 ആകുമ്പോൾ നമുക്ക് എന്താക്കാം, ഈ 32 നമുക്ക് 60 × 2 ചെയ്തൂടെ? 60 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 60 × 2 പറഞ്ഞാൽ 32 ആണ് അല്ലേ. അപ്പോൾ 116 ഡിവൈഡഡ് ബൈ 60 × 2 എന്ന് എഴുതുക. അപ്പോൾ 116 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. പിന്നെ 10നെ 2നോട് ഡിവൈഡ് ചെയ്താൽ പോരെ, 5 എന്നല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. നോക്കൂ, 160 ഡിവൈഡഡ് ബൈ 32 നമ്മൾ എന്താക്കി? 32 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ലേ, 60 × 2 അല്ലേ. അപ്പോൾ 116 ഡിവൈഡഡ് ബൈ 60 × 2 എന്ന് ചെയ്ത്. നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്ത്? 160 ഡിവൈഡഡ് ബൈ ആ ഫസ്റ്റ് നമ്പർ 16 അല്ലേ. അപ്പോൾ ഏതൊരു നമ്പർ ഇപ്പോൾ ഞാൻ നോക്കിയേ, 50 ഡിവൈഡഡ് ബൈ 5 എത്രയാ? 10 അല്ലേ. ഇനി എന്താണ് 60 ഡിവൈഡഡ് ബൈ 6 എന്താണ്? 10 അല്ലേ. എന്താണ് 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താ? 10. 20 ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാൽ എന്താ? 10. 30 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താ? 10 അല്ലേ. അതേപോലെ 160 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ. അതാണ് 10 ഡിവൈഡഡ് അല്ലേ. 10 കൊടുത്തു. പിന്നെ അവിടെ 60 നമ്മൾ ചെയ്തതിനു ശേഷം ബാക്കി അവിടെ 2 ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് 10 ആ കിട്ടുന്ന ആൻസറിനോട് ഈ 2 കൂടിയാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 160 ഡിവൈഡഡ് ബൈ 32 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ കിട്ടിയത്? 5. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കൂ, 168 ഡിവൈഡഡ് ബൈ 24 ആണ്. അപ്പോൾ 168 ഡിവൈഡഡ് ബൈ 24, ഈ 24 നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക? 24 നമുക്ക് എന്താക്കാം? 2 × 12 എന്ന് എഴുതാം, 3 × 8 എന്ന് എഴുതാം, പിന്നെന്താ 4 × 6 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 168നോട് സിമ്പിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതാ നോക്കുക ആദ്യം, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്താ അറിയുക? 168 ഡിവൈഡഡ് ബൈ 8 × 3 ആട്ടോ. 24 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 8 × 3. അപ്പോൾ 168 ഡിവൈഡഡ് ബൈ 8 ആദ്യം ചെയ്തുകൂടെ? സിമ്പിൾ അല്ലേ. 168 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 8ൽ 16 എത്ര വട്ടം നോക്കിയാൽ 16 എത്ര വട്ടം 8 ഉണ്ട്? 2 അല്ലേ. അപ്പോൾ 2 8ലോ 1, അപ്പോൾ 21 അല്ലേ വരിക. അപ്പോൾ 21 വരും അല്ലേ. അപ്പോൾ പിന്നെ 21 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ പോരെ. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 3 പറഞ്ഞാൽ എത്രയാ? 7. നോക്കിയേ, 168 ഡിവൈഡ് ബൈ 24നെ 24 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 8 × 3 അല്ലേ. കണ്ടോ? അപ്പോൾ 168 ഡിവൈഡ് ബൈ 8 × 3 എഴുതി. ഇനി 168 ഡിവൈഡ് ബൈ 8 അല്ലേ. അപ്പോൾ 16 എത്ര 8 ഉണ്ട്? 2 അല്ലേ. പിന്നെ 8ൽ എത്ര 8 ഉണ്ട്? 1. അപ്പോൾ 21 അല്ലേ. 21 ഡിവൈഡ് ബൈ പിന്നെ 3 ഉണ്ടല്ലോ അല്ലേ. ഇത് രണ്ടും മറക്കരുതേ, ഒന്ന് മാത്രം ചെയ്തവിടെ വെക്കരുതേ, ഇത് രണ്ടും ചെയ്യണേ. ഓക്കെ. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 3 അല്ലേ. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 അല്ലേ. കണ്ടോ? അപ്പോൾ 168 ഡിവൈഡഡ് ബൈ 24 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 7 അല്ലേ. നെക്സ്റ്റ് നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? എന്താണ്? 210 ഡിവൈഡഡ് ബൈ 42 ആണ് അല്ലേ. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 42 ഇസ് ഈക്വൽ ടു എങ്ങനെ ചെയ്താൽ നമുക്ക് 42നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? 210നോട് സിമ്പിളായിട്ട് പോകുന്ന ഏതെങ്കിലും മെത്തേഡിൽ നോക്കുക. 24നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക? 2 × 21 അല്ലേ. 2 × 21 വെച്ച് 21 അവിടെ ഉണ്ടല്ലോ. 210 ഡിവൈഡഡ് ബൈ 21 എന്ന് പറഞ്ഞാൽ എത്ര? 10 അല്ലേ. 210 നമ്മൾ നേരത്തെ ചെയ്തില്ലേ. ഏതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്? ഇതൊരു 90 ഉണ്ടായിട്ടില്ല. 900 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 100 അല്ലേ. 900 ഡിവൈഡഡ് ബൈ 18 അല്ലേ ഇരുന്നോ? 18നെ 9 × 2 എന്ന് ചെയ്തില്ലായിരുന്നോ? അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 9 ചെയ്തപ്പോൾ എന്താ? 100 അല്ലേ. അപ്പം എന്താണ് നമുക്കറിയാം എങ്ങനെ ചെയ്യുന്നതിന്? 210 ഡിവൈഡഡ് ബൈ 42നെ നമുക്ക് എന്താക്കാം? 21 × 2 ചെയ്താൽ കേട്ടോ. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 21 × 2. പിന്നെ ഇവിടെയും ചെയ്തില്ല. 168 ഡിവൈഡഡ് ബൈ 24നെ ഇവിടെയും ചെയ്തില്ലേ. 168 ഡിവൈഡഡ് ബൈ 24നെ നമ്മൾ എന്താ ചെയ്തത്? 2 × ഇവിടെ 8 × 3 അല്ലേ. ഇവിടെയാണല്ലേ 60 × 2 അല്ലേ. 160 ഡിവൈഡഡ് ബൈ 60 × 2 ചെയ്തില്ലേ. അപ്പോൾ 160 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. അതേപോലെ തന്നെ ഇവിടെ 210 ഡിവൈഡഡ് ബൈ 21 × 2 എന്ന് പറയുമ്പോൾ എന്താക്കാം നമുക്ക് ചെയ്യാം? 210 ഡിവൈഡഡ് ബൈ 21 എന്ന് പറഞ്ഞാൽ എത്രയാ? 210 ഡിവൈഡ് ബൈ 21 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. പിന്നെ 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 അല്ലേ. അതുപോലെ ചെയ്യാം. നോക്കൂ, 210 ഡിവൈഡ് ബൈ 42 = 210 ഡിവൈഡഡ് ബൈ 42നെ നമ്മൾ 21 × 2 എന്ന് എഴുതിയാൽ ഇനി 210 ഡിവൈഡഡ് ബൈ 21 ചെയ്തു. അങ്ങോട്ട് കിട്ടുന്ന ഉത്തരത്തിലൂടെ ആ 2 ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 210 ഡിവൈഡ് ബൈ 21 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 അല്ലേ. 10 ഡിവൈഡ് ബൈ 2 അല്ലേ. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ. ഓക്കെ.